ഹല്ലേലൂയ. തിരുവചനം നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു, യേശു കല്ല് നീക്കുവാൻ പറഞ്ഞു, അവർ കല്ല് നീക്കി. 2, കർത്താവ് മേലോട്ട് നോക്കി. 3, കർത്താവ് പ്രാർത്ഥിച്ചു. 1, കല്ല് നീക്കി. 2, കർത്താവ് മേലോട്ട് നോക്കി. 3, കർത്താവ് പ്രാർത്ഥിച്ചു. ആമേൻ. എപ്രകാരമായ സമയത്താണ് അവിടെ നിന്ന് കർത്താവ് പ്രാർത്ഥിച്ചത്? ആമേൻ. മാർത്ത ചോദ്യവുമായി നിൽക്കുമ്പോൾ, മറിയ കണ്ണുനീരോടെ നിൽക്കുമ്പോൾ, പുരുഷാരം ഉറ്റുനോക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചു. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് നന്ദി പറഞ്ഞു. യെസ്, നമുക്ക് ഇതിനോടകം മരണം നടന്നു കഴിഞ്ഞു, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് കണ്ട മാർത്ത ചോദ്യവുമായി നിൽക്കുകയാണ്, മറിയ കണ്ണുനീരോടെ നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയുന്നു. കർത്താവ് അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നന്ദി പറഞ്ഞു എന്ന് തിരുവചനം കാണുന്നു. സ്തോത്രം. ചോദ്യം ചെയ്യുന്ന മനോഭാവത്തോടെ ഇരിക്കാതെ, ആ കാലം കഴിഞ്ഞു പോയി എന്ന മനോഭാവത്തോടെ നിങ്ങൾ ഇരിക്കാതെ, ഇന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഇന്നും നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, ദൈവാത്മാവ് ഇടപെടുന്നു, നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. മാർത്തയ്ക്ക് ചോദ്യമുണ്ട്, മറിയയ്ക്ക് കണ്ണുനീരുണ്ട്. അയ്യോ, ഇതെല്ലാം കഴിഞ്ഞു പോയി, എല്ലാം അവസാനിച്ചു, ഞങ്ങളുടെ വാഗ്ദത്തം കല്ലറ കൊണ്ട് അവസാനിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യവുമായി കണ്ണുനീരുമായി ആ ജനം നിൽക്കുമ്പോൾ, ആ ജനത്തോട് ദൈവം പറയുക, വിശ്വസിക്ക്, നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്ക്, നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി തിരുവചനത്തിൽ നിന്നുകൊണ്ട് ആലോചന കൈമാറട്ടെ. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറെങ്കിൽ, നിശ്ചയമായി വിടുതൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് അതേ ആലോചന കൈമാറുകയാണ്. വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? കേട്ട വാഗ്ദത്തത്തെ വെച്ച് പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാണോ? പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ നീ തയ്യാറാണോ? ദൈവാത്മാവ് ഇടപെടുന്നു. നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ തകർന്നു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ കണ്ണുനീരിൽ നിലംപതിക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഈ 19ാമത്തെ ദിനം ഏതൊക്കെയോ ഭവനങ്ങളിൽ വിടുതൽ നടക്കുന്നു, ഏതൊക്കെയോ വ്യക്തികളിൽ വിടുതൽ നടക്കുന്നു. അത് ചിലരിൽ സൗഖ്യമായി, അത് ചിലരിൽ വഴി തുറക്കുന്നതായി, അത് ചിലരിൽ നന്മയായി, അത് ചിലരിൽ ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു വരിക. ഒന്നാമത്തെ ദൂത്, വിശ്വാസം കല്ലിനെ നീക്കുന്നു. വിശ്വാസം കല്ലിനെ നീക്കുന്നു. സ്തോത്രം. ഈ കല്ല് അവസാനത്തെ കുറിക്കുന്ന കല്ലാണ്. ഇത് വാഗ്ദത്തം പുറത്തു വരത്തില്ല എന്ന് പറയുന്ന കല്ലാണ്. ദൈവപ്രവൃത്തി നടക്കുകയില്ല എന്ന് ഈ കല്ല് പറയുകയാണ്. ആമേൻ. ഈ കല്ലിനെ നീക്കുവാൻ അവിടെ നിന്ന് കർത്താവ്, ഈ കല്ലിനെ നീക്കുവാൻ അവിടെ നിന്ന് കർത്താവ്. ആമേൻ. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്, ദൈവം പറഞ്ഞ അനുഗ്രഹത്തിന്, ദൈവം പറഞ്ഞ വിടുതലിന് വിരോധമായി നിങ്ങൾ എന്തെങ്കിലും കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് കർത്താവ് ഇടപെടുന്നു. ആ കല്ലിനെ നിങ്ങൾ നീക്കിയാൽ നിങ്ങളുടെ വാഗ്ദത്തം പുറത്തു വരും. കല്ലിനെ നിങ്ങൾ നീക്കിയാൽ നിങ്ങളുടെ വാഗ്ദത്തം പുറത്തു വരും. സ്തോത്രം. വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. അവിടെ നിന്ന് ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. എന്നാൽ ആ വാഗ്ദത്തം ഇനി നടപടിയാകത്തില്ല എന്ന് പറഞ്ഞ് നീ കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് കർത്താവ് ഇടപെടുകയാണ്. ആ കല്ലിനെ നിങ്ങൾ നീക്കണം. അവിടെ നിന്ന് കർത്താവ് കല്ലിനെ നീക്കിയിട്ട് അത്ഭുതം ചെയ്യത്തില്ല. മനുഷ്യൻ ഉരുട്ടി വെച്ച കല്ല് മനുഷ്യൻ തന്നെ നീക്കണം. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നമുക്ക് പാപത്തിന്റെ കല്ല് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ട് എങ്കിൽ, പാപമാകുന്ന കല്ല് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് ജയവും ഉണ്ടാകത്തില്ല. പാപമാകുന്ന കല്ല് നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട് എങ്കിൽ ആ കല്ലിനെ നിങ്ങൾ നീക്കാതെ, അതിനകത്ത് ജയം പ്രാപിക്കാതെ, നിങ്ങൾ വന്ന് എത്ര ആരാധിച്ചാലും, എത്ര കൈകൊട്ടിയാലും, എത്ര പാട്ടുപാടിയാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ആ ആരാധന ദൈവം സ്വീകരിക്കത്തില്ല. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് ജയവും ഉണ്ടാകത്തില്ല.
പ്രാപിച്ചു. കായിന്റെ ആരാധനയെ ദൈവം സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് ദൈവം സ്വീകരിച്ചില്ല? കയ്യിൽ പാപമുണ്ടായിരുന്നു. ദൈവം പാപത്തെ വിരൽ ചൂണ്ടി, എന്നാൽ കയ്യിൽ അവിടെ പരാജയപ്പെട്ടു. കയ്യിലെ പാപത്തെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ പരാജയപ്പെടുക ഉണ്ടായി. എത്ര വലിയ ആരാധന നീ ഉയർത്തിയാലും, പാപം മറച്ചു വെച്ച് എത്ര വലിയ ആരാധന നീ ഉയർത്തിയാലും, നിന്റെ ആരാധന സ്വീകാര്യമാകത്തില്ല. നിന്റെ ആരാധന സ്വീകാര്യമാകണമെങ്കിൽ പാപമാകുന്ന കല്ലിനെ നീ നീക്കുമാറാകണം. പാപമാകുന്ന കല്ലിനെ നീ നീക്കുമാറാകണം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അത് വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഹായി പട്ടണത്തിനകത്ത് പരാജയപ്പെട്ടു. ആ പരാജയത്തിന്റെ കാരണം എന്താണ്? പാപമാണ്. പാപമാണ് പാപമാണ് അവരെ പരാജയപ്പെടുത്തിയത്. പാപമാണ് അവരിൽ മരണത്തെ കൊണ്ടുവന്നത്. പാപമാണ് അവരുടെ പരാജയത്തിന് കാരണം. അവർ നിലവിളിച്ചു, അവർ കണ്ണുനീരൊഴുക്കി. ദൈവം അവരുടെ പാപത്തെ വിരൽ ചൂണ്ടി. നോക്കണമേ, പാപത്തെ വിരൽ ചൂണ്ടി അവർ ആ പാപത്തെ നീക്കി. നീക്കേണ്ടതിനെ നീക്കി, നിരപ്പ് പ്രാപിക്കേണ്ടതിനടുത്ത് നിരപ്പ് പ്രാപിച്ച് ആ ജനം ആ ഈ പട്ടണത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. വലിയ ജയം കണ്ടു. വലിയ ജയം കണ്ടു. വലിയ ജയം കണ്ടു. നോക്ക്, പാപമാകുന്ന കല്ല് ഇരിക്കുന്നിടത്തോളം കാലം അത് ജയമുണ്ടാകത്തില്ല. ആരാധന സ്വീകാര്യമാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ 19ാമത്തെ ദിനം ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനത്തോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുക. രഹസ്യമായി നീ മറച്ചു വെച്ചിരിക്കുന്ന പാപത്തിന്റെ അനുഭവത്തെ നീ വിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ അവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് തിരുവചനം പറയുകയാണ്. പാപത്തെ വിട്ട് നീ പുറത്തു വരുവാൻ, മറഞ്ഞിരിക്കുന്ന പാപത്തെ വിട്ട് പുറത്തു വരുവാൻ അവിടെ നിന്ന് കർത്താവ് ആലോചന കൈമാറുക. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിനകത്ത് വിടുതലില്ല? എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിനകത്ത് എഴുന്നേൽപ്പില്ല? ഇത് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുക. വിടേണ്ടതിനെ വിട്ട് അവിടെ നിന്ന് ദൈവ സാന്നിധ്യത്തോടെ നീ അടുത്തു വന്നാൽ ദൈവാത്മാവ് ഇടപെടുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കുക. അവന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്ത. അതെ, ദൈവത്തോട് പറ്റിച്ചേരട്ടെ. പാപത്തെ വിട്ട് ദൈവത്തോട് പറ്റിച്ചേരട്ടെ. നിന്റെ തലമുറയിൽ വിടുതൽ ഉണ്ടാകുക. പാപത്തെ വിട്ട് ദൈവത്തോട് പറ്റിച്ചേരട്ടെ. നിന്റെ ഭവനത്തിൽ ഉയർച്ച ഉണ്ടാകുക. പാപത്തെ വിട്ട് ദൈവത്തോട് പറ്റിച്ചേരട്ടെ. നിന്റെ ലൈഫിനകത്ത് വലിയ മാറ്റം ഉണ്ടാകുക. ഈ 19ാമത്തെ ദിനം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. അതാ ആത്മനദി ഇതിനകത്ത് ഒഴുകുകയാണ്. അത് ഏതൊക്കെയോ പാപം നിമിത്തം വന്ന ചില ബന്ധനങ്ങളെ അവിടെ നിന്ന് പൊളിക്കുകയാണ്. ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ അവിടെ നിന്ന് ദൈവം അടിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. യോഹന്നാൻ 11-ാം അധ്യായത്തിനകത്ത് ഒരു കല്ല് ഇരിക്കുകയാണ്. ഈ കല്ല് മനുഷ്യൻ ഉരുട്ടി വെച്ച കല്ലാണ്. ഈ കല്ല് മനുഷ്യൻ ഉരുട്ടി വെച്ച കല്ലാണ്. ഈ കല്ല് പറയുന്നു, മറിയോട് ഈ കല്ല് പറയുന്നു, ലാസർ പുറത്തു വരത്തില്ല. നിന്റെ വാഗ്ദത്തം കല്ലറ കൊണ്ട് അവസാനിച്ചു എന്ന് ഈ കല്ല് പറയുകയാണ്. ഈ കല്ല് പറയുന്നു എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന്. എന്നാൽ വാഗ്ദത്തം എന്താണ്? ഇത് മരണം കൊണ്ട് അവസാനിക്കുകയില്ല. ഇത് ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി തീരും എന്ന്. ഈ രോഗം മരണത്തിനല്ല എന്ന് ദൂത് കേട്ട വിഷയത്തിനകത്ത് മരണവും മരണപ്പന്തലും കല്ലറയും ഒക്കെ ഉയർന്നു, കല്ലും ഒക്കെ ഉയർന്നു. എല്ലാം ഒരുപോലെ പറഞ്ഞു അവസാനിച്ചു എന്ന്. ഒന്നടങ്കം പറഞ്ഞു അവസാനിച്ചു എന്ന്. എന്നാൽ വാഗ്ദത്തം ചെയ്ത കർത്താവ് പറയുക, ആ കല്ലിനെ നിങ്ങൾ ഉരുട്ടി മാറ്റുന്നു എങ്കിൽ, ആ കല്ലിനെ നിങ്ങൾ ഉരുട്ടി മാറ്റുന്നു എങ്കിൽ, നിങ്ങളുടെ വാഗ്ദത്തം പുറത്തു വരും. വാഗ്ദത്തം പുറത്തു വരും. നിന്റെ ആരാധന പുറത്തു വരത്തില്ലെന്ന് പറയുന്ന, നിന്റെ തലമുറയുടെ ഭാവി പുറത്തു വരത്തില്ലെന്ന് പറയുന്ന, നിന്റെ ആരോഗ്യം പുറത്തു വരത്തില്ല എന്ന് പറയുന്ന, നിന്റെ നന്മ പുറത്തു വരത്തില്ല എന്ന് പറയുന്ന, നിന്റെ ഭവനം അത്ഭുതം കാണത്തില്ല എന്ന് പറയുന്ന ദേശാന്തര ശക്തി അത് കല്ലുപോലെ നിൽക്കുന്നു. ഇന്ന് ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവിനെ നീക്കുന്നു. ഒരു വലിയ ദൈവ പ്രവർത്തി വെളിപ്പെടുക. Thank you, Jesus. Thank you, Jesus. Hallelujah. ഈ പകലിൽ
അങ്ങനെ ഒരു ദൈവ പ്രവർത്തി വെളിപ്പെടുന്നു കേട്ടോ. അങ്ങനെ ഒരു വിടുതൽ ഇതിനകത്ത് വെളിപ്പെടുന്നു. അങ്ങനെ ഒരു ചലനം ഇതിനകത്ത് വെളിപ്പെടുന്നു. ആത്മാവിനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഈ പകലിൽ വിടുതൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ഹല്ലേലൂയ. കരങ്ങളെ തട്ടി കർത്താവിന്റെ മഹത്വം കൊടുക്കാതെ ഹല്ലേലൂയ. ഈ പകലിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാതെ ഈ പകൽ വിടുതലിന്റെ പകലാണ്. ഇത് ദൈവ പ്രവർത്തിയുടെ പകലാണ്. ദൈവത്തിന്റെ കരം നിനക്കായി ചലിക്കുന്നു. ദൈവിക വിടുതൽ വെളിപ്പെട്ടു വരുന്നു. ആത്മാവിനെ പ്രാർത്ഥിച്ച് ശബ്ദ ഹാത്തുനി ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ദൈവിക വിടുതൽ വെളിപ്പെടുന്നു. ദൈവ പ്രവർത്തിയുടെ ദിനമാണ്. ഇത് ദൈവിക വിടുതലിന്റെ ദിനമാണ്. സ്വാമി പൊട്ടപ്പെടാമത്തെ പകലിൽ ഏതൊക്കെയോ ഭവനങ്ങളിൽ, ഏതൊക്കെയോ വ്യക്തികളിൽ, ഏതൊക്കെയോ കുടുംബങ്ങളിൽ വിടുതൽ വെളിപ്പെട്ടു വരികയാണ്. വിടുതൽ വെളിപ്പെട്ടു വരികയാണ്. തലമുറയോർത്ത് കരയുന്ന ആരോഗ്യത്തിനകത്തോട്, തലമുറയോർത്ത് കരയുന്ന ആരോഗ്യത്തിനകത്തോട്, തൊഴിലിനോർത്ത് കരയുന്ന ആരോഗ്യത്തിനകത്തോട്, പഠനത്തെ ഓർത്ത് കരയുന്ന ആരോഗ്യത്തിനകത്തോട്, വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്ന ആരോഗ്യത്തിനകത്തോട്, മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരോഗ്യത്തിനകത്തോട് ഇന്ന് ഈ പകലിൽ യേശുവിനെ തൊടുകയാണ്. യേശുവിനെ തൊടുകയാണ്. ഏതൊക്കെ കല്ലുകൾ നിന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്നു, ഏതൊക്കെ തടസ്സങ്ങളുടെ കല്ലുകൾ ഇന്ന് ഞാൻ ആത്മാവിൽ ദൂതൻ വിളിച്ചു പറയുമ്പോൾ കല്ല് നീങ്ങി നിന്റെ ഭവനം പുറത്തു വരുന്നു. കല്ല് നീങ്ങി നിന്റെ വാഗ്ദത്തം പുറത്തു വരുന്നു. കല്ല് നീങ്ങി നിന്റെ തലമുറ പുറത്തു വരുന്നു. ഇത് വിടുതലിന്റെ ദിനമാണ്. ഇത് ദൈവപ്രവർത്തിയുടെ ദിനമാണ്. ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഈ പകലിൽ ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പ്രവർത്തി വെളിപ്പെടുകയാണ്. എനിക്കറിയത്തില്ല 2026, 27 വർഷങ്ങൾക്കകത്ത് ചില കുടുംബങ്ങളിൽ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഉയരും. അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഉയരും. ദൈവത്തിന്റെ വലിയ പ്രവർത്തി വെളിപ്പെടുക. വിശ്വസിക്കുന്നുണ്ടോ ഒരു ദൈവ പ്രവർത്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും? ആ സ്പീക്കറിനോട് അടുത്തിരിക്കുന്ന ആന്റിയോട് ദൈവാത്മാവിടെ ഇവിടെ അത് കരമുയർത്താമോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. ദൈവാത്മാവ് ഇടപെടുന്നു. തലമുറ വിഷയത്തിനകത്ത് ഒരു ദൈവ പ്രവർത്തി വെളിപ്പെട്ടു വരുവാൻ പോവുകയാണ്. 2024 തുടങ്ങി നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തിനകത്ത് ഇന്നും ഒരു വിടുതൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അകത്ത് ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഒരു വിടുതൽ വെളിപ്പെട്ടു വരുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ദൈവിക വിടുതൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കുന്നു. എന്തോ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവ പ്രവർത്തി വെളിപ്പെട്ടു വരുന്ന ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ വല്ല പ്രാർത്ഥിക്കുന്നുണ്ടോ? മാരേജ് വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു ദൈവ പ്രവർത്തി വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ദൈവാത്മാവ് ഇടപെടുക. ഈ എസ് ലെറ്ററിൽ പേരുകൾ ആരംഭിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എസ് ലെറ്ററിൽ ആരാധന ഒരു വിടുതൽ വെളിപ്പെട്ടു വരുന്നു കേട്ടോ. ഒരു വിടുതൽ വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. തലമുറയോർത്ത് നിങ്ങൾ കരയുന്നു. വല്ലാതെ നിങ്ങൾ ഞരങ്ങുന്നു. വല്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നു. ദൈവാത്മാവ് ഇടപെടുന്നു. സ്തോത്രം. എന്തോ 2026
ഇത് വിടുതലിന്റെ ദിനമായി തീരട്ടെ. ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. ആമേൻ. പാപമാകുന്ന കല്ല് ഇരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു ജയം ഉണ്ടാകത്തില്ല. ആമേൻ. ജയം ഉണ്ടാകത്തില്ല. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. നോക്ക്, പുറത്ത് എത്ര ആത്മീയനായി നടിച്ചാല്, ആമേൻ, സ്തോത്രം, പുറത്ത് നീ എത്ര വിശ്വാസിയായി നടിച്ചാല്, പാപം നിന്നിൽ ഇരിക്കുന്നിടത്തോളം കാലം, ആമേൻ, സ്തോത്രം, നിന്നിൽ ഒരു ജയം ഉണ്ടാകത്തില്ല. സ്തോത്രം, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ 19ാമത്തെ ദിനം ഞാൻ ആത്മാവിൽ ഒരു ആലോചന കൈമാറുക. ആമേൻ, സ്തോത്രം. നമ്മുടെ രഹസ്യമായി പരസ്യമായി നമ്മുടെ ജീവിതത്തിനകത്ത് വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ, കുറവുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു എങ്കിൽ അതിനകത്തൊരു വലിയ ജയം വെളിപ്പെട്ടു വരും. ഒരു വലിയ ജയം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. യെസ്. ആരാധനയെ തടയുന്ന, ആമേൻ, 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 പാപത്തിന്റെ അനുഭവത്തെ കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും യെശയ്യാ 10:27 പറയുന്നത് പോലെ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ യുഗം തകരട്ടെ. യെസ്. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ യുഗം തകരട്ടെ. ഇന്ന് ഈ പകലിൽ അങ്ങനെ ആ യുഗം തകരട്ടെ. ക്ഷമിക്കപ്പെടാത്ത മനോഭാവമുണ്ട് എങ്കിൽ അതൊരു കല്ലാണ്. പാപം അത് നിന്നിലുണ്ട് എങ്കിൽ അതൊരു കല്ലാണ്. അവിശ്വാസം നിന്നിൽ ഉണ്ടെങ്കിൽ അതൊരു കല്ലാണ്. സംശയം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതൊരു കല്ലാണ്. ഈ കല്ലിനെ നിന്റെ മുമ്പിൽ വെച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചാലും ഒരു വിടുതൽ കാണത്തില്ല കേട്ടോ. എത്ര പ്രാർത്ഥിച്ചാലും ഒരു വിടുതൽ കാണത്തില്ല. യെസ്. ഹല്ലേലൂയ. എത്ര ദൂത് കേട്ടാലും ആ ദൂത് നിവൃത്തിപഥത്തിൽ വരത്തില്ല. ആമേൻ. സ്തോത്രം. നമ്മൾ ക്രമീകരണം പ്രാപിക്കേണ്ടിടത്ത് നമ്മൾ ക്രമീകരണം പ്രാപിക്കണം. നമ്മൾ ജയം പ്രാപിക്കേണ്ടിടത്ത് നമ്മൾ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. യെസ്. പാപം, ആമേൻ, സ്തോത്രം, പാപത്തിന്റെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ഇന്ന് ഈ ദിനത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഒരു വലിയ ജയം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്ക്, രണ്ടാമത്തെ ദൂത്, ആമേൻ, സ്തോത്രം, അവിടെ നിന്ന് കർത്താവ്, ആമേൻ, മേലോട്ട് നോക്കി എന്ന് പറയുന്നു. അവിടെ നിന്ന് കർത്താവ് മേലോട്ട് നോക്കി. ആമേൻ. സ്തോത്രം. അവിടെ നിന്ന് പൂർണ്ണമായ ദൈവമായിരുന്നിട്ട് എന്തുകൊണ്ട് കർത്താവ് മേലോട്ട് നോക്കി? എന്തുകൊണ്ട് കർത്താവ് മേലോട്ട് നോക്കി? ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവ് മേലോട്ട് നോക്കിയത്? ആമേൻ. സ്തോത്രം. അവിടെ നിന്ന് കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ്. എങ്ങനെ നാം ദൈവത്തെ ആശ്രയിക്കണം, എങ്ങനെ നാം ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കണം, എങ്ങനെ നാം പ്രാർത്ഥിക്കണം എന്ന ഒരു മാതൃക അവിടെ നിന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. സ്തോത്രം. നോക്ക്, പ്രശ്നത്തെ നോക്കുന്നവൻ പ്രശ്നത്തിന്റെ ആഴത്തെ വിളിച്ചു പറയും. എന്നാൽ ദൈവത്തെ നോക്കുന്നവൻ ദൈവിക വെളിപ്പാട് വിളിച്ചു പറയും. സ്തോത്രം. ദൈവിക വെളിപ്പാട് വിളിച്ചു പറയും. പ്രശ്നത്തെ നോക്കുന്നവൻ പ്രശ്നത്തിന്റെ ആഴത്തെ വിളിച്ചു പറയും. ദൈവത്തെ നോക്കുന്നവൻ ദൈവിക വെളിപ്പാട് വിളിച്ചു പറയും. സ്തോത്രം. എത്ര കഠിനമായ ശോധനകൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും ദൈവാത്മാവ് ഇടപെടുന്നു. നീ ദൈവത്തെ ആശ്രയിക്കണം. നീ ദൈവത്തെ ആശ്രയിക്കണം. നോക്ക്, 121 സങ്കീർത്തനം 1 വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയിൽ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇതിനകത്ത് ദൈവത്തെ നോക്കുന്നവർ കടന്നു വന്നിട്ടുണ്ടോ? യെസ്. ദൈവത്തെ ആശ്രയിക്കുന്നവർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടോ? ദൈവത്തെ നോക്കുന്നവർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടോ? ദൈവത്തെ നോക്കി നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ വഴിയിൽ വലയുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ തകർന്നു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ വിടുതലായി ഉയർന്നു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അതേ ആലോചന കൈമാറുകയാണ്. സ്തോത്രം. അതേ ആലോചന കൈമാറുകയാണ്. ആരൊക്കെ ദൈവത്തെ നോക്കിയിട്ടുണ്ടോ? ആരൊക്കെ ദൈവത്തെ നോക്കിയിട്ടുണ്ടോ? അവരൊക്കെ വിടുതൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ ദൈവത്തെ നോക്കിയിട്ടുണ്ടോ? അവരൊക്കെ ദൈവ പ്രവൃത്തി കണ്ടിട്ടുണ്ട് കേട്ടോ. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം അവർ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന ആ ലക്ഷോപലക്ഷം ജനം ഒരുപോലെ പറഞ്ഞു: ഇവിടെ കൊണ്ട് മരണം, ഇവിടെ കൊണ്ട് അവസാനം, ഇവിടെ കൊണ്ട് നമ്മുടെ വാഗ്ദത്തം അവസാനിക്കുന്നു, ഇവിടെ കൊണ്ട് നമ്മൾ തകരുവാൻ പോകുന്നു എന്ന് ആ ജനം പറഞ്ഞു. ലക്ഷോപലക്ഷം ജനം പ്രതിസന്ധിയെ കണ്ടു. മോശ ഒരുവൻ ദൈവത്തിന്റെ
ദൈവത്തെ നോക്കിയവൻ പറയുന്നു മുന്നോട്ട് പോകുക, മുന്നോട്ട് പോകുക. ലക്ഷോപലക്ഷം ജനം പ്രതിസന്ധിയെ കണ്ട് ഇവിടെ കൊണ്ട് മരണം എന്ന് പറയുമ്പോൾ ദൈവത്തെ നോക്കിയവൻ പറഞ്ഞു ഇല്ല, ഇവിടെ കൊണ്ട് മരണമല്ല, നമുക്കൊരു മുന്നോട്ടൊരു നീക്കമുണ്ട്. ദൈവത്തെ നോക്കിയവൻ വിളിച്ചു പറയുക ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടം ഇനി വരികയില്ല, ദൈവത്തെ നോക്കുന്നവരുണ്ടോ? ദൈവത്തെ നോക്കുന്നവരുണ്ടോ? അയ്യോ ആ യാത്ര ചെങ്കടൽ കൊണ്ട് അവസാനിച്ചു, ആ വാഗ്ദത്തം ചെങ്കടൽ കൊണ്ട് അവസാനിച്ചു. എന്റെ കണ്ണു കാണുന്നത് പ്രതിസന്ധിയാണ്, എന്റെ കണ്ണു കാണുന്നത് മരണമാണ്, എന്റെ കണ്ണു കാണുന്നത് നിരാശയാണ്. ദൈവത്തെ നോക്കുന്നവർ പറയും ചെങ്കടലിലും ചെങ്കൽപ്പാത ഒരുക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ചെങ്കടലിന്റെ നടുവിൽ വഴിയെ തുറക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇപ്രകാരം പറയുകയാണ്, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ഇപ്പോൾ ആ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, ഇപ്പോൾ ആ പ്രകാശനം കാണുന്നില്ല, ഇപ്പോൾ ആ വിടുതൽ കാണുന്നില്ല. ദൈവത്തെ നോക്കുന്നവൻ ആത്മാവിൽ വിളിച്ചു പറ, എനിക്കായി ഒരു കാറ്റ് വരുന്നുണ്ട്, എനിക്കായി ഒരു കാറ്റ് വരുന്നുണ്ട്, എനിക്കായി ഒരു കാറ്റ് വരുന്നുണ്ട്. തെളിവാക്കേണ്ടതിനെ തെളിവാക്കുമെന്ന്. വെളിച്ചം അവിടെ തന്നെ ഉണ്ട്, സൂര്യൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ കാർമേഘം മൂടിക്കിടക്കുകയാണ്. എന്നാൽ ഈ കാർമേഘത്തെ നീക്കുന്ന ഒരു കാറ്റ് വരുന്നുണ്ട്. നിന്റെ വിടുതൽ അവിടെ ഉണ്ട് എന്ന്, നിന്റെ വഴി അവിടെ തന്നെ ഉണ്ട് എന്ന്, പക്ഷെ അതിനെ മൂടി നിൽക്കുന്ന ചില ശക്തികളുണ്ട്. ഈ 19ാമത്തെ ദിനം വിളിച്ചു പറയുക, കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുകയാണ്. കാറ്റ് കടന്ന്, കാറ്റ് കടന്ന്, കാറ്റ് കടന്ന്, കാറ്റ് കടന്ന്. പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന പിതാവേ, കാറ്റ് കടന്ന്, കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുകയാണ്. ഹല്ലേലൂയ. കാറ്റ് കടന്ന് ശബ്ദനഗരവസിയ കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുകയാണ്. മോശ അധികാരത്തിന്റെ വടിയെടുത്തു, മോശ അധികാരത്തിന്റെ വടിയെടുത്തു, തന്റെ കരം ചെങ്കടലിന്റെ നേരെ നീട്ടി. ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു. ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു. ചെങ്കടലിൽ ചെങ്കൽപ്പാത അവിടെ നിന്ന് ദൈവം തുറന്നു കൊടുത്തു. നിന്റെ വഴിയെ മറഞ്ഞു നിൽക്കുന്ന, നിന്റെ നന്മയെ മറഞ്ഞു നിൽക്കുന്ന, നിന്റെ തലമുറയുടെ ഭാവിയെ മറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ രാത്രി, ഇന്ന് ഈ പകലിൽ അവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നീക്കുകയാണ്. ഇത് ദൈവ പ്രവർത്തിക്കുന്ന ദിനമാണ് കേട്ടോ, ഇത് ദൈവിക വിടുതലിന്റെ ദിനമാണ് കേട്ടോ. ദൈവത്തെ നോക്കുന്നവൻ അവിശ്വാസം പറയുന്നില്ല, ദൈവത്തെ നോക്കുന്നവൻ പരാജയം പറയുന്നില്ല, ദൈവത്തെ നോക്കുന്നവൻ മരണം പറയുന്നില്ല. ദൈവത്തെ നോക്കുന്നവൻ പറയുക മുന്നോട്ടൊരു നീക്കമുണ്ട്, മുന്നോട്ടൊരു വഴി ഉണ്ട്. അത് ദൈവത്താൽ കൊടുക്കവില്ല. അവനെ വിളിച്ച ദൈവം വഴിയെ പറയുവാൻ അനുവദിക്കത്തില്ല. അനുവദിക്കത്തില്ല. മോശം 12 പേരെ കനാൻ ഒറ്റുനോക്കുവാനായി അയച്ചു. 12 പേരെ കനാൻ എന്ന ദേശം ഒറ്റുനോക്കുവാൻ, വാഗ്ദത്ത ദേശം ഒറ്റുനോക്കുവാനായി അയച്ചു. 12 പേരിൽ 10 പേരുടെ കണ്ണ് പതിയപ്പെട്ടത് പ്രശ്നത്തിലാണ്, ആയുധധാരികളിലാണ്, ആയുധം വഹിച്ചുകൊണ്ട് നിൽക്കുന്നവരിലാണ് 10 പേരുടെ കണ്ണ് പതിയപ്പെട്ടത്. എന്നാൽ 2 പേർ അവർ ദൈവത്തെ കണ്ടു. 2 പേർ അവർ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ട ആ 2 പേർ പറയുകയാണ്, യഹോവ നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നാം ആ വാഗ്ദത്തം പ്രാപിക്കും എന്ന്. യഹോവ നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നാം ആ വാഗ്ദത്തം പ്രാപിക്കും എന്ന്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നാം ആ വാഗ്ദത്തം പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. 10 പേരുടെ കണ്ണ് പതിയപ്പെട്ടത് പ്രശ്നത്തിലാണ്. അത് നമുക്ക് അവകാശമാകുക അസാധ്യമെന്നാണ് അവർ പറഞ്ഞത്. അവരുടെ അധരത്തിനകത്ത് നിന്ന് അവിശ്വാസമാണ് ഉയർന്നു വന്നത്, അസാധ്യങ്ങളുടെ വാക്കുകളാണ് ഉയർന്നു വന്നത്. എന്നാൽ
പിതാവിനെ ചവിട്ടി നടന്നു എന്ന് താൻ ദൈവത്തെ നോക്കിയപ്പോൾ, താൻ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ ആ കടലിനെ, ആ വെള്ളത്തിനെ ചവിട്ടി നടക്കുക ഉണ്ടായി എന്ന്. ആമേൻ. സ്തോത്രം. നോക്ക്, സ്റ്റെഫാനോസിന് നേരെ കല്ലുകൾ ഉയർന്നു. സ്റ്റെഫാനോസിന് നേരെ പുരുഷാരം എതിരായി നിൽക്കുന്നു. എറിയാൻ കല്ലുമായി നിൽക്കുന്നു. എറിയാൻ കല്ലുമായി നിൽക്കുന്ന പുരുഷാരത്തിലേക്കല്ല, പുരുഷാരത്തിലേക്കല്ല സ്റ്റെഫാനോസിന്റെ കണ്ണ് പതിയപ്പെട്ടത്. സ്റ്റെഫാനോസിന്റെ കണ്ണ് പതിയപ്പെട്ടത് ദൈവത്തിലേക്കാണ്. ദൈവത്തിലേക്കാണ്. ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ട സ്റ്റെഫാനോസിന്റെ കണ്ണുകൾ കണ്ടത് എന്താണ്? പിതാവിന്റെ വലതു ഭാഗത്ത് തന്നെ സ്വീകരിക്കുവാൻ നിൽക്കുന്ന പുത്രൻ തമ്പുരാനെയാണ്. ദൈവത്തിലേക്ക് നോക്കുന്നവൻ ദൈവിക വെളിപ്പാട് വിളിച്ചു പറയുക. പ്രശ്നത്തെ നോക്കുന്നവൻ പ്രശ്നത്തിന്റെ ആഴത്തെ വിളിച്ചു പറയുക. ഹല്ലേലൂയ. 4-ാം ദിവസം നോക്ക്, ബെഥാനിയിൽ 4-ാം ദിവസം കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ജനം, മാർത്തയും മറിയയും ബെഥാനിയ ഒന്നടങ്കം കല്ലറയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രശ്നത്തിന്റെ ആഴത്തെ വിളിച്ചു പറയുകയാണ്. അയ്യോ, ഇത് പുറത്ത് വരത്തില്ല എന്ന് പറയുകയാണ്. പിതാവിലേക്ക് നോക്കിയ കർത്താവ് ഇപ്രകാരമായി പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന്. എന്ത് വിശ്വസിച്ചാൽ? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും എന്ന്. അവിടെ നിന്ന് കർത്താവ് കല്ലറയല്ല നോക്കിയത്. അവിടെ നിന്ന് കരയുന്ന മറിയയല്ല നോക്കിയത്. ചോദ്യം ചെയ്യുന്ന മാർത്തയല്ല നോക്കിയത്. പുരുഷാരത്തെയല്ല അവിടെ നിന്ന് കർത്താവ് നോക്കിയത്. അവിടെ നിന്ന് കർത്താവ് മേലോട്ട് നോക്കി എന്ന് ബൈബിൾ പറയുന്നു. അവിടെ നിന്ന് കർത്താവ് മേലോട്ട് നോക്കി എന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ, ദൈവത്തെ നീ നോക്കുവാൻ തയ്യാറാണോ? ദൈവത്തെ നീ ആശ്രയിക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായി വിടുതൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അതേ ആലോചന കൈമാറുകയാണ്. ദൈവത്തെ നീ നോക്കുന്നു എങ്കിൽ, ദൈവത്തെ നീ ആശ്രയിക്കുന്നു എങ്കിൽ നിശ്ചയമായി ഒരു വിടുതൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അതേ ദൂത് കൈമാറുകയാണ്. ഇതിനകത്ത് ദൈവത്തെ ആശ്രയിക്കുന്നവർ എത്ര പേർ വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ദൈവാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുന്നു. പ്രാർത്ഥിക്കുന്നവർ എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ദൈവ സാന്നിധ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. അവരെ നോക്കിക്കൊണ്ട് എനിക്ക് ഒന്ന് പറയുവാനുണ്ട്. നിങ്ങളുടെ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ, നിങ്ങളുടെ തല താണു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഇനി ഞാൻ ആത്മാവിനെ ദൂത് വിളിച്ചു പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് കരയുന്ന ഒരു മാതാവിനെ കാണുകയാണ്. നിന്റെ കരച്ചിൽ അവസാനിക്കാറായി. നിന്റെ കണ്ണുനീരിന് വിരാമം കുറിക്കപ്പെടുന്നു. വിടുതലിന്റെ അനുഭവം അത് വെളിപ്പെട്ടു വരുന്നു എന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. എനിക്ക് അറിയത്തില്ല, ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു സൗഖ്യത്തിന്റെ കരം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. ഒന്ന് മാറി നിങ്ങളെ അലട്ടുന്ന ചില വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തോട് വെല്ലുവിളിയുണ്ട്. ദൈവാത്മാവ് ഇടപെടുക. പ്രാർത്ഥിക്കട്ടെ. ഒരു വിടുതൽ വെളിപ്പെടുകയാണ്. നിന്റെ ശരീരത്തിനകത്ത് കയറിപ്പിടിച്ച രോഗം, മരണമണി ഈ ലോകത്ത് നിന്ന് മാറ്റുമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുക. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കട്ടെ. ദൈവാത്മാവ് ഇടപെടുന്നു. ഹൃദയം നുറുങ്ങിയവരുടെ സമീപസ്ഥനാകുന്നു. മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. നിന്റെ തകർച്ച മാറുവാൻ പോകുന്നു. നിന്റെ തകർച്ച മാറുവാൻ പോകുന്നു. നിന്റെ തകർച്ച മാറുവാൻ പോകുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തി അത് വെളിപ്പെട്ട് വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ഒരു പെൺ തലമുറയെ ഞാൻ കാണുകയാണ്. വല്ലാതെ കരയുന്നത് ഞാൻ കാണുകയാണ്. ദൈവാത്മാവ് ഇടപെടുകയാണ്. ജീവിതമേ, നിന്റെ ലൈഫിനെ ദൈവത്തിന്റെ ആത്മാവ് തിരിക്കുവാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. പലപ്പോഴും ഈ ശ്വാസം മുട്ടൽ പോലുള്ള അസ്വസ്ഥതകൾ കൊണ്ടുവന്ന് ബലഹീനപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ട് കേട്ടോ. ദൈവാത്മാവ് ഇടപെടുക. നിന്റെ ലങ്സിനോട്, നിന്റെ നെഞ്ചു പകുതിയോട് വാദികെട്ടുന്ന പോരിനെ ദൈവത്തിന്റെ ആത്മാവ് അടിക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവതെ ആലോചന കൈമാറുകയാണ്.
Yes, amen. കർത്താവ് വിടുവിക്കുന്നു, കർത്താവ് വിടുവിക്കുന്നു. എവിടേക്കോ വിടുതൽ വെളിപ്പെട്ട് വരുന്നല്ലോ, എവിടേക്കോ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നല്ലോ, എവിടേക്കോ ദൈവത്തിന്റെ കരം ചലിക്കുന്നല്ലോ. ആത്മാവിനെ പ്രാർത്ഥിച്ച് വളരെ തരത്തിൽ ഷോൾഡറുമായി ബന്ധപ്പെട്ട് വ്യക്തിയെ യേശു വിടുന്നു. വിടുതൽ സംബന്ധമായ രോഗങ്ങൾ ഇന്ന് കർത്താവ് എടുത്ത് മാറ്റുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് സൗമ്യമാക്കുന്നു. ആലോചനകളെ ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് മാറ്റുന്നു. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് മാറ്റുന്നു. ഇന്ന് പകൽ യേശുവിന്റെ കരം അത് വിടുതല, യേശുവിന്റെ കരം അത് സൗമ്യമാണ്, യേശുവിന്റെ കരം അത് നന്മയാണ്. എന്നാൽ ദൈവാത്മാവ് ഇടപെടുന്നു. സമാധാനത്തെ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിച്ചാകുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഒരു കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുന്നത് പോലെ ദൈവാത്മാവ് ഇടപെടുന്നു. ശത്രു കലക്കിയതിന്റെ മേൽ ഒരു തെളിവായ അനുഭവം വെളിപ്പെട്ട് വരാൻ പോകും കേട്ടോ. വിശ്വസിക്കണ്ടോ? ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. കുടുംബത്തിന്റെ അകത്ത് സമാധാനത്തെ കൊടുത്ത് കലഹത്തിന്റെ സ്പിരിറ്റുകളെ കൊണ്ടുവന്ന് ശിഥിലമാക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചു മാറ്റും. ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന ദിനങ്ങളിൽ നിങ്ങൾ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതുകയുമാണ്. പ്രാർത്ഥിക്കട്ടെ. പറഞ്ഞത് ശരിയാണോ? ഒരു വിടുതൽ വെളിപ്പെട്ട് വരുവാൻ പോവുകയാണ്. ഈ ഭവനത്തിന്റെ അകത്ത് കയറുമ്പോൾ വല്ലാത്ത ടെൻഷനുണ്ട്, വല്ലാത്ത ഭാരമുണ്ട്, വല്ലാത്ത വിഷമങ്ങളുണ്ട്. എന്നാൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം നീ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചനയുമാകുന്നു. അവിടെ നിന്ന് കർത്താവ് മേലോട്ട് നോക്കി എന്ന് ബൈബിൾ പറയുന്നു. മേലോട്ട് നോക്കി കർത്താവ് പറഞ്ഞു, വിശ്വസിച്ച ഈ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കാൻ തയ്യാറാണോ?
ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരും. ആമേൻ. നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരും. സ്തോത്രം. ദൈവാത്മാവിന്റെ ദൂത് കൈമാറുക. പഠന സംബന്ധമായി സ്ട്രഗിൾ ചെയ്യുന്ന വിഷയത്തിനകത്ത് തലമുറയോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല. പഠനം സംബന്ധമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന വിഷയം, പോരടിക്കുന്ന അനുഭവം ദൈവാത്മാവിന്റെ അതിന് ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവാത്മാവിന്റെ പെടുന്നു അങ്ങനെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയതിനെ ദൈവത്തിന്റെ ആത്മാവ് അടിക്കും. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറും. ആമേൻ. ആമേൻ. അങ്ങനെ ഒരു വിഷയമുണ്ടോ? പഠിത്തവുമായി റിലേറ്റ് ചെയ്ത് ബുദ്ധിമണ്ഡലത്തിൽ കെട്ടപ്പെട്ട് ഇനി എന്താണ് ഭാവി എന്ന ചോദ്യമുണ്ടോ? ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു വിടുതൽ വെളിപ്പെട്ട് വരിക. വിദ്യാഭ്യാസ മേഖല ഒരു വിടുതൽ വെളിപ്പെട്ട് വരിക കേട്ടോ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ? പഠിക്കുന്ന പ്രശ്നം പഠിക്കാൻ സ്കൂളിൽ പോകുക അവന്റെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള പോരിനെ ദൈവം അഴിച്ചു മാറ്റും. ഒരു വലിയ വിടുതൽ ദൈവത്തിന്റെ ആത്മാവായി. മൂന്നാമത്തെ ദൂത് ആമേൻ. അവിടെ നിന്ന് കർത്താവ് നന്ദി പറഞ്ഞു. ആമേൻ. വിടുതൽ നടന്ന ശേഷമല്ല കർത്താവ് നന്ദി പറഞ്ഞത്. ആമേൻ. ലാസർ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നതിന് ശേഷമല്ല കർത്താവ് നന്ദി പറഞ്ഞത്. അത്ഭുതം നടക്കുന്നതിന് മുന്നമേ, ലാസർ കല്ലറയെ വിട്ട് പുറത്തു വരുന്നതിന് മുന്നമേ അവിടെ നിന്ന് കർത്താവ് നന്ദി പറഞ്ഞു എന്ന്. നിങ്ങളുടെ മുമ്പിൽ രോഗമുണ്ടാകാം, നിങ്ങളുടെ മുമ്പിൽ പ്രശ്നമുണ്ടാകാം, നിങ്ങളുടെ മുമ്പിൽ കടഭാരമുണ്ടാകാം. സ്തോത്രം. ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ. സ്തോത്രം. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്തോത്രം പറയുവാൻ കഴിയുമോ? ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്ക്, ആ സ്തോത്രം വലിയ അത്ഭുതത്തെ കൊണ്ടുവരും. ആ നന്ദി വലിയ അത്ഭുതത്തെ കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. ആ സ്തോത്രം വലിയ അത്ഭുതത്തെ കൊണ്ടുവരും. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ, നിങ്ങൾ നന്ദി പറയുമ്പോൾ, നിങ്ങളുടെ അതരത്തിനകത്തു നിന്ന് നന്ദി ഉയരുമ്പോൾ, നിങ്ങളുടെ മേൽ വലിയ ജയമുണ്ടാകും. വലിയ ജയമുണ്ടാകും. നോക്ക്, യഹോശാഫാത്തിന് നേരെ മൂന്ന് പേർ യുദ്ധത്തിനായി വന്നു. യഹോശാഫാത്തിന് നേരെ, യഹൂദായിക്ക് നേരെ മൂന്ന് പേർ യുദ്ധത്തിനായി വന്നു. യഹോശാഫാത്തിനെ തകർക്കുവാൻ, ആ ദേശത്തെ തകർക്കുവാൻ, ആ ജാതിയെ ഇല്ലാതാക്കുവാൻ മൂന്ന് പേർ, മൂന്ന് രാജാക്കന്മാർ യഹോശാഫാത്തിന് നേരെ വന്നപ്പോൾ യഹോശാഫാത്ത് ഉപവാസത്തിനകത്തിരുന്നു. യഹോശാഫാത്ത് പ്രാർത്ഥനയ്ക്കകത്ത് ഇരുന്നു. നോക്കണമേ, ആ ജനം പ്രാർത്ഥന
സ്തുതിക്കുന്ന ജനത്തെ തകർക്കുവാൻ നിനക്ക് കഴിയത്തില്ലെന്ന് അവൻ ഹാമാനെ നോക്കി ഹാമാന്റെ ഭാര്യ പറഞ്ഞു, "Yes, hallelujah." അവൻ സ്തോത്രം പറയുന്ന നീ തകരത്തില്ലെന്ന്. ഓ, സ്തുതിക്കുന്ന നീ തകരത്തില്ലെന്ന്. ശബ്ദകരങ്ങളല്ല. ഓ, സ്തോത്രം പറയുന്ന നീ തകരത്തില്ലെന്ന്. സ്തുതിക്കുന്ന നീ തകരത്തില്ലെന്ന്. നീ തകരുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഒരു പുതിയ വാതിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുന്നു. 2022 തുടങ്ങി ഒന്നിനു പുറകെ നഷ്ടങ്ങൾ കണ്ട് നീ വിലപിച്ചിരിക്കുക. ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ വിലാപം നൃത്തമാകുവാൻ പോകുകയാണ്. എന്തിനായി ഇങ്ങനൊരു ജീവിതം? വല്ലാതെ കുഴപ്പി നിൽക്കുകയാണ്. യെസ്, ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ ലൈഫിനെ ദൈവത്തിന്റെ ആത്മാവ് ശരിക്കുവാൻ പോകുക. ഹല്ലേലൂയ. പലതും തുടങ്ങി, പലതും അവസാനിച്ചു പോയി. അത് നിമിത്തം വലിയ ബാധ്യതകൾ വന്നിട്ടുണ്ട്. ലിയോ, വലിയ ബാധ്യതകൾ വന്നിട്ടുണ്ട്. സ്തോത്രം. എന്തോ ചെയ്യുക? വർക്ക് ചെയ്യുന്നു. എന്നിട്ട് തുടങ്ങി നഷ്ടങ്ങൾ കണ്ടോ? പൊളിഞ്ഞു പോയി. അത് നിമിത്തം ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു 2022 തൊട്ട് വല്ലാത്ത സ്ട്രഗ്ലിംഗ് ആണ്. ശരിയാണോ? ദൈവാത്മാവ് ഇടപെടുക. തകർച്ചകൾ മാറാൻ പോകും. ആമേൻ. തകർച്ചകൾ മാറാൻ പോകും. നമ്മുടെ മുമ്പിൽ ഒരു പുതിയ വാതിൽ തുറന്നു വരാൻ പോകും. ലൈഫ് ഉയർന്നു വരാൻ പോകും. ദൈവാത്മാവ് ഇടപെടുക. എന്തോ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോകും. എന്തോ ദൈവാത്മാവ് ഇടപെടുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രമാണങ്ങൾ നമ്മുടെ കരത്തിൽ വരും. പ്രമാണങ്ങൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നിടത്ത് അതൊക്കെ ഗെയിനായി വരുന്നത് പോലെ, അതൊക്കെ ലാഭമായി വരുന്നത് പോലെ, നന്മയായി വരുന്നത് പോലെ ഒരു കാഴ്ച കാണുക. വിടുതൽ ദൈവത്തിന്റെ ആത്മാവ് അയക്കുക.